ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ ഇൻ്റർസെപ്റ്ററിൻ്റെ ആണ്. ഇൻ്റർസെപ്റ്ററിൻ്റെ വീഡിയോ കുറച്ച് മുന്നേ എടുത്തിരുന്നു. എന്നാലും ഇത് 57,058 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം ഓടിയിട്ടുള്ളൊരു വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് നമ്മൾ തന്നെയാണ് വണ്ടി സർവീസ് ചെയ്യുന്നത്. മെയിൻ്റനൻസ് ആണ് ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച്. മെയിൻ്റനൻസും ഈ ഒരു വണ്ടിക്ക് ആളുകൾക്ക് ആർക്കാണ് കൂടുതൽ മാച്ച് ആവുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റർസെപ്റ്റർ എന്ന് പറഞ്ഞാൽ 650 cc വരുന്നൊരു വണ്ടിയാണ്. 650 cc 47 bhp ടോർക്ക് വരുന്ന വണ്ടി. 47 bhp പവർ വരുന്ന വണ്ടിയാണ്. 161 km/h ഇതിൻ്റെ മാക്സിമം സ്പീഡ്. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ മെയിൻ്റനൻസ് വൈസ് നോക്കുകയാണ്, അത്യാവശ്യം മെയിൻ്റനൻസുള്ള വണ്ടിയാണ്. അപ്പോൾ വണ്ടി ഇപ്പോൾ നമ്മൾ ഇപ്പം യൂസ്ഡ് മാർക്കറ്റിൽ അത്യാവശ്യം നമുക്ക് റിസർവ്ലായിട്ടുള്ള പ്രൈസ് കിട്ടുമെങ്കിലും അത്യാവശ്യം മെയിൻ്റനൻസ് കൂടുതലുള്ള വണ്ടിയാണത്. മെയിൻ്റനൻസ് പറഞ്ഞാൽ പാർട്സിന് നല്ല പ്രൈസാണ്. ബ്രേക്ക് പാഡൊക്കെ 2000 സംതിങ് വില വരുന്നതാണ് ബ്രേക്ക് പാഡിന്. അത് അതിൻ്റെ അത്രയും സൈൻറ്റഡ് ബ്രേക്ക് പാഡ് കൊണ്ടാണ് അത്ര വില വരുന്നത് കേട്ടോ. അത് അത്രയും പെർഫോമൻസുള്ളൊരു വണ്ടിക്ക് ബ്രേക്ക് പിടിച്ച് നിർത്താൻ അത്രയ്ക്ക് എഫിഷ്യൻസിയുള്ള കാര്യക്ഷമമായിട്ടുള്ള ബ്രേക്ക് പാഡ് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ബ്രേക്ക് പാഡിന് അത്ര വില വരുന്നത്. പിന്നെ ബാക്കിയുള്ള വണ്ടികളെ പോലെ പാർട്സിനൊക്കെ അത്യാവശ്യം നല്ല റേഞ്ചുള്ള വണ്ടിയാണ്. അത് നിങ്ങൾ ആദ്യം ഉൾക്കൊണ്ടിട്ട് വേണം ഈ ഒരു വണ്ടി എടുക്കാൻ. ബ്രേക്ക് പാഡൊക്കെ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ക്ലാസിക്കിന് മുന്നേ വരഞ്ഞ് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ബ്രേക്ക് പാഡ് ലാസ്റ്റ് എത്തിയെന്ന് തോന്നി മാറ്റിക്കളയുക. അതല്ലെങ്കിൽ റോട്ടർ കംപ്ലൈൻ്റ് ആവും. ഫ്രണ്ട് റോട്ടറിന് നല്ല എക്സ്പെൻസീവാണ്. ഫ്രണ്ട് റോട്ടറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ, അതായത് റീപ്ലേസ് ചെയ്യാൻ നല്ല എക്സ്പെൻസീവാണ്. അപ്പം ആ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് എക്സ്പെൻസീവ് വണ്ടിയാണ്. പിന്നെ മെയിൻ്റനൻസ് വൈസ് നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് കാറ്റഗറിയിൽ വരുന്ന ഈ സൂപ്പർ മെറ്റിയോർ എന്ന വണ്ടി, ഇൻ്റർസെപ്റ്റർ, മെറ്റിയോർ, കോണ്ടിനെൻ്റൽ, GT കാറ്റഗറി എന്ന വണ്ടികളൊക്കെ ആ ഒരു ഏകദേശം ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് സൂപ്പർ മെറ്റിയോറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാനിതൊരു ലോങ് റൈഡിന് പറ്റിയ വണ്ടിയൊന്നും ഒരിക്കലും ഞാൻ അത് പറയില്ല. അത് അത്യാവശ്യം സിറ്റി റൈഡിന് ചെറിയ ലോങ് റൈഡിനൊക്കെ പറ്റിയ വണ്ടിയെന്നേ പറയുള്ളൂ. ചെറിയ ഒരു ഡിസ്റ്റൻസിൽ അത്യാവശ്യം പെർഫോമൻസ് കാണിക്കാൻ പറ്റിയ വണ്ടിയെന്ന് മാത്രമേ പറയുള്ളൂ. കഫേ റേസർ, ഇൻ്റർസെപ്റ്റർ, കോണ്ടിനെൻ്റൽ, GT വെച്ച് നോക്കുമ്പോൾ GT ലോങ്ങിൽ തീരെ പറ്റില്ല. അത് കഫേ റേസിംഗ് എന്ന കാറ്റഗറിയിൽ ഇറക്കിയ വണ്ടിയാണ്. അതായത് ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ ഹൈ സ്പീഡിൽ ഓടിക്കുന്ന വണ്ടിയുമാണ് കഫേ റേസിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇൻ്റർസെപ്റ്ററും ഏകദേശം കുറച്ചുകൂടെ ഒക്കെ ലോങ് ഓടിക്കുക എന്നല്ല, ഒരിക്കലും ക്രൂസിങ് ലോങ് റൈഡിന് പറ്റിയ ഒരു ടൂറർ അല്ല ഈ ഒരു വണ്ടി എന്നുള്ള മനസ്സിലാക്കണം നിങ്ങൾ. പെർഫോമൻസ് വൈസ് അടിപൊളി വണ്ടി, നല്ല സ്മൂത്ത് എഞ്ചിനാണ്. നമ്മൾ 47 bhp പവർ വരുന്നുണ്ട്. അതുമാതിരി തന്നെ 18 സൈസാണ് ഫ്രണ്ടും ബാക്കും ടയർ വരുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റ് വരുന്നത് 804 mm ആണ്. പിന്നെ 202 kg ആണ് ഇതിൻ്റെ മൊത്തം ടോട്ടൽ വെയിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം. 804 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ മറ്റു ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കൊക്കെ ഏറ്റവും നന്നാവുക കാരണം ഇൻ്റർസെപ്റ്റർ ആയിരിക്കും, സൂപ്പർ മെറ്റിയോർ വെയിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ 241 kg വെയിറ്റ് വരുന്നത് സൂപ്പർ മെറ്റിയോർ. അതിന് 16 സൈസ് ടയർ, ബാക്കിൽ 16 സൈസ് ടയറും ഫ്രണ്ടിൽ 19 സൈസ് ടയറുമാണ് വരുന്നത്. പക്ക ഒരു ക്രൂസർ പൊസിഷനിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് പറ്റ കുറഞ്ഞ വണ്ടി, കമ്പാരിറ്റീവ്ലി കുറഞ്ഞ വണ്ടിയാണ് സൂപ്പർ മെറ്റിയോറിന് 135 mm ആണ് സൂപ്പർ മെറ്റിയോറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ 174 mm ആണ് നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻ്റർസെപ്റ്ററിന് വരുന്നത്. 1500 mm ആണ് പിന്നെ വീൽ ബേസ് വരുന്നത് ഇൻ്റർസെപ്റ്ററിന്. സൂപ്പർ മെറ്റിയോറിന് 1500 mm ആണ് വരുന്നത്. ഇൻ്റർസെപ്റ്ററിനാകുമ്പോൾ 1400 mm ആണ് വരുന്നത്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടിയ വണ്ടിയാണ്, വീൽ ബേസ് കുറച്ച് കൂടിയ വണ്ടിയാണ് സൂപ്പർ മെറ്റിയോർ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് റൈഡ് ക്വാളിറ്റി, ക്രൂസർ വണ്ടിക്ക് വേണ്ട റൈഡ് ക്വാളിറ്റി നമുക്ക് സൂപ്പർ മെറ്റിയോറിന് കിട്ടും. സൂപ്പർ മെറ്റിയോറിൻ്റെ അടുത്ത വീഡിയോയിൽ ചെയ്തു തരാം. എന്നാലും കമ്പാരിറ്റീവ്ലി ഇത് പറയാമെന്നുള്ളൂ. 2 വീഡിയോ ചെയ്യുമ്പോൾ വളരെ ലെങ്തി ആവും. മാത്രമല്ല ക്യാമറയിൽ ബാറ്ററി കുറവാണ്. അതാണ് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്.
25 കിലോമീറ്ററാണ് ഇതിൻ്റെ മൈലേജ് പറയുന്നതെങ്കിലും നമുക്ക് 20 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ആസ് പെർ നമ്മുടെ ടെറൈൻ കണ്ടീഷൻ അനുസരിച്ച്, റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ റൈഡിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും അതിൻ്റെ ത്രോട്ടിലിൻ്റെ ആ ഒരു ഇതിലൊക്കെ അനുസരിച്ച് മൈലേജ് നല്ല വ്യത്യാസം വരും. പിന്നെ ഇൻ്റർസെപ്റ്റർ എന്നുള്ള കമ്പാരിറ്റീവ് കുറച്ച് ഹീറ്റ് ശരിക്ക് പാരലൽ ട്വിൻ ആയതുകൊണ്ട് തന്നെ ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഹീറ്റ്, തൈസിൻ്റെ ഭാഗത്തേക്ക് ഹീറ്റ് അടിക്കുന്നൊരു വണ്ടിയാണത്. അതിൻ്റെ ഫിൻസിൻ്റെ ആ ഒരു ഡിസൈൻ അങ്ങനെയാണുള്ളത്. വീറ്റിൻ്റെ എഞ്ചിൻ്റെ മാതിരി ഒഴിഞ്ഞു പോകില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തൈസിലേക്ക് എത്തും, അണ്ടർ തൈസിലേക്ക് എത്തും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്തായാലും വലിയ വണ്ടിയാകുമ്പോൾ ആ ഒരു നാക്കഡ് എഞ്ചിനാകുമ്പോൾ എന്തായാലും ഹീറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കമ്പാരിറ്റീവ്ലി ഹീറ്റ് ഉണ്ട് എന്ന് പറയാം. പക്ഷേ പെർഫോമൻസ് വൈസ് അടിപൊളിയാണ് വണ്ടി, നല്ല സ്മൂത്ത് റൈഡിങ് ആണ്. ബ്രേക്കിങ്ങും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. ബോത്ത് ബ്രേക്ക് രണ്ട് ഒരേ സമയത്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ 2 ബ്രേക്കിൻ്റെ മുകളിലും ആ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. ഒരു ബ്രേക്കായിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അത്യാവശ്യം ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടിയ വണ്ടിയാണ്. പക്ഷേ ഇതിനേക്കാളും കുറച്ച് എഫിഷ്യൻസി കൂടിയ വണ്ടിയാണ് സൂപ്പർ മെറ്റിയോർ. സൂപ്പർ മെറ്റിയോറിന് അപ്സൈഡ് USD സസ്പെൻഷനാണ് വരുന്നത്. അപ്സൈഡ് ഡൗൺ ആണ്, കുറച്ചുകൂടെ ഒന്ന് സ്റ്റെബിലിറ്റി കൂടും വണ്ടിക്ക്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുമ്പോഴാണ് നമുക്ക് വണ്ടിക്ക് സ്റ്റെബിലിറ്റി കൂടുന്നത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഗ്രൗണ്ട് ക്ലിയറൻസ് എത്രത്തോളം കുറയുന്നു, അതേമാതിരി സ്റ്റിഫായിട്ട് സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട് പിന്നെ സൂപ്പർ മെറ്റിയോറിന്. അതുകൊണ്ട് തന്നെ ലോങ് റൈഡിനും അതായത് ബ്രേക്ക് ചെയ്താൽ വണ്ടിക്ക് ബാക്ക് എടുത്തിട്ട് ആ ഒരു സ്റ്റേബിളായിട്ട് വണ്ടി പിടിച്ചു നിർത്താനും പറ്റും. സ്റ്റിഫായിട്ട് സസ്പെൻഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ വണ്ടിയുടെ കൺട്രോൾ പോകും. അപ്പോൾ എന്തുതന്നെയാണ് പ്രൈസ് വൈസ് നല്ല വലിയൊരു അന്തരം ഈ 2 വണ്ടി ഉണ്ട് എങ്കിലും കൂടെ, അതുപോലെ തന്നെ കംഫർട്ട് വൈസ് നല്ലൊരു അന്തരം ഈ ഒരു ഇൻ്റർസെപ്റ്ററും കോണ്ടിനെൻ്റൽ GTയും സൂപ്പർ മെറ്റിയോറും തമ്മിലുണ്ട്. അപ്പം എൻജിൻ്റെ ലാസ്റ്റിംഗ് വെച്ച് നോക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ 60,000 കിലോമീറ്ററോളം ഓടിയിട്ട് വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എൻജിനൊക്കെ അടിപൊളി എൻജിൻ തന്നെയാണ്, ഒരു സംശയമില്ല. പിന്നെ തുടക്കത്തിലൊക്കെ ഹൈ സ്പീഡിലൊക്കെ പോയിട്ട് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഗിയറിൻ്റെ ടീത്തൊക്കെ പൊട്ടിപ്പോകുന്നൊരു വിഷയം ഇതിന് കോമൺ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ വണ്ടികളിൽ വാറണ്ടിയിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന സ്ലിപ്പർ ക്ലച്ച് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ വലിയ വിഷയം, ക്ലച്ച് ലോക്കൊന്നും വല്ലാതൊന്നും ഉണ്ടാവില്ല. എന്നാൽ പെട്ടെന്ന് ഗിയർ ഡൗണിങ് നല്ല ശ്രദ്ധിക്കണം. അതൊരു വിഷയമായിട്ട് ഇതിൽ കാണാറുണ്ട്. സഡൻ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഗിയറിൻ്റെ ടീത്ത് പൊട്ടിപ്പോണ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ലോങ് റൈഡാണ് നിങ്ങൾ ഉദ്ദേശിച്ചൊരു വണ്ടി എടുക്കുന്നതെങ്കിൽ, പെർഫോമൻസ് വണ്ടി ലോങ് റൈഡ് ഉദ്ദേശിച്ചാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു സൂപ്പർ മെറ്റിയോർ അല്ലാതെ വേറെ ഒരു ഇൻ്റർസെപ്റ്ററോ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ GT ഒരു വണ്ടി സെലക്ട് ചെയ്യരുത്. 650 cc പുതിയ ഒരു വണ്ടി ക്ലാസിക്കും വരുന്നുണ്ട്, അതും കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ്ങും ഒരു സീറ്റിംഗ് ഒന്നും അത്ര കംഫർട്ടായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിൻ്റെ സീറ്റിങ്ങിനൊക്കെ ടൂറർ സീറ്റ് ഉണ്ടെങ്കിലും കൂടി അത്ര തന്നെ നമ്മൾ സൂപ്പർ മെറ്റിൻ്റെ അത്ര ഒരു കംഫർട്ടായിട്ടുള്ള സീറ്റൊന്നും ഈ ഒരു കാറ്റഗറി വണ്ടിയിലില്ല. അപ്പം പെർഫോമൻസ് വൈസ് മാത്രം നോക്കുന്ന ആളുകൾക്ക് ഈ ഒരു വണ്ടി എടുക്കാം. അത്യാവശ്യം ടോപ്പ് സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് പൊട്ടിച്ച് കൊണ്ടുനടക്കാൻ. ഒരിക്കലും ഒരു ടൂറർ സെഗ്മെൻറ്റിൽ പെട്ട വണ്ടിയല്ല ഇൻ്റർസെപ്റ്റർ കോണ്ടിനെൻ്റൽ GT എന്നിവ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട വണ്ടി സൂപ്പർ മെറ്റിയോറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ മുഴുവൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.